ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് വിവാഹത്തിന്റെ പവിത്രതയെ കുറിച്ചാണ്. ഇവിടെ ഫരിസേയർ വന്നിട്ട് ഈശോയെ പരീക്ഷിക്കാൻ വേണ്ടി അവരോട് ചോദിക്കുകയാണ്, ഏതെങ്കിലും കാരണത്താൽ ഭാര്യ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണ്? അവർക്ക് അത്രമാത്രം അറിഞ്ഞാൽ മതി, ഭാര്യ ഉപേക്ഷിക്കാനായിട്ട് നിയമം ഞങ്ങൾ അനുവദിക്കുന്നുണ്ട്. നമുക്ക് ഓൾറെഡി അറിയാം മോശയുടെ നിയമത്തിൽ ഇങ്ങനെ ഒരു ലൂപ്പ് ഹോൾ കിടക്കുന്നുണ്ട്, ഈശോ എന്ത് പറഞ്ഞാലും എടുത്തും എന്നുള്ള രീതിയിലാണ് ഈശോയോട് ചോദിക്കുന്നത്. അപ്പൊ ഈശോ പറയുകയാണ്, ഒരു കാരണവശാലും ഭാര്യ ഉപേക്ഷിക്കാനായിട്ട് പാടില്ല, ജീവിത പങ്കാളി ഉപേക്ഷിക്കാനായിട്ട് പാടില്ല. കാരണം എന്താണ്? ദൈവം യോജിപ്പിച്ച ഒരു ബന്ധമാണ്, നിങ്ങളായിട്ട് മനുഷ്യനായിട്ട് അത് വേർപ്പെടുത്തരുതെന്ന് പറയുകയാണ്. അപ്പൊ അവർ പറയുന്നുണ്ട് മോശയുടെ നിയമത്തിലപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. ഈശോ പറയുകയാണ്, നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തമാണ് മോശ അങ്ങനെ ഒരു നിയമം നൽകിയത്. ശരിക്കും ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്താതിരിക്കട്ടെ. നമ്മളൊരു ഇന്ന് ഈ വചനഭാവം വായിച്ചു കഴിയുമ്പോൾ നമ്മളും ചിന്തിക്കേണ്ട പ്രകാരം തന്നെയാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവവിളി, വിവാഹം എന്നത് വലിയൊരു ദൈവവിളിയാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഏറ്റെടുത്തിരിക്കുന്ന ഒരു ദൈവവിളിയാണ്, പങ്കുകൊണ്ടിരിക്കുന്ന ഒരു ദൈവവിളിയാണ്. ദൈവം യോജിപ്പിച്ച ബന്ധമാണ്. ദൈവം യോജിപ്പിച്ചതാണ് എങ്കിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ദൈവത്തിന് അറിയാം. ദൈവം നിങ്ങളെ പരിപാലിക്കുകയും ചെയ്യും. ഈശോ പറയുകയാണ്, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്താതിരിക്കട്ടെ. നമ്മുടെ നിസ്സാരമായിട്ടുള്ള ചില പിടിവാശികൾ കൊണ്ട്, നമ്മുടെ നിസ്സാരമായിട്ടുള്ള ചില കാരണങ്ങൾ കൊണ്ട് ദൈവം യോജിപ്പിച്ച ബന്ധം നമ്മളായിട്ട് വേർപ്പെടുത്തരുത് എന്ന് ഈശോ ഇന്നത്തെ സുവിശേഷത്തിൽ അത്രമാത്രം വ്യക്തമായിട്ട് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഈശോ പറയുകയാണ്, നിങ്ങളുടെ വിവാഹ ജീവിതത്തെ ദൈവം വിലമതിക്കുന്നത്. ദൈവമാണത് കൂട്ടിച്ചേർത്തത്, ദൈവമാണ് അതിനെ മുന്നോട്ട് നയിക്കുന്നത്, ദൈവം അതിന് അത്രമാത്രം വിലമതിക്കുന്നുണ്ട്. ഇന്നത്തെ ഈ വചനഭാഗം വായിച്ചു കഴിയുമ്പോൾ ജീവിത പങ്കാളിയെ സ്നേഹിച്ചുകൊണ്ട് വിവാഹബന്ധത്തില് പരസ്പരം മുന്നേറുവാനുള്ള നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും